ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് മന്ത്ലി ഡിസംബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൈവറ്റ് ആയി ഒരു സെഷൻ വേണം, എവിടെ നിങ്ങളുടെ റീഡിംഗ് നിങ്ങളുടെ മാത്രം എനർജി ആയിട്ട് ഒരു പ്രൈവറ്റ് സെഷൻ, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിൽ ഒരു പ്രൈവറ്റ് സെഷൻ വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാനൊരു വാട്സാപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട്, പക്ഷെ അവിടെ ചാറ്റ് ചെയ്താൽ എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും. കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ റീഡിങ്സ് ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ കോൾസ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അവിടെ മെസ്സേജ് അയക്കും നിങ്ങൾക്ക്. ഇല്ല ചെറു വോയിസ് നോട്ട് അയച്ചാൽ മതി, അതൊന്നും ഞാൻ റിപ്ലൈ ചെയ്യും. അതല്ലാണ്ട് പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഈ വീഡിയോസിനെയൊക്കെ. അത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവുക. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം, അവിടെ എന്താണ് മെസ്സേജസ് നിങ്ങൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ്, ഇത് നിങ്ങളുടെ മന്ത്ലി റീഡിംഗ് ആണ്. നമ്മൾക്ക് നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം. ഡിസംബർ മാസത്തിൻ്റെ ഓവറോൾ എനർജി, നിങ്ങളുടെ ഓവറോൾ എനർജി ഡിസംബർ മാസത്തിലാണ് 6 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ എന്താണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാസ്റ്റിലാണ് ഏസ് ഓഫ് വാൻസ്. നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്? ഡിസംബർ മാസത്തിൻ്റെ കറണ്ട് എനർജി നിങ്ങളുടെ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയിൽ എന്താണ്? ഫ്യൂച്ചർ എനർജിയിൽ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഡിസംബർ മാസത്തിൻ്റെ എന്താണ്? ഡിസംബർ മാസത്തിൻ്റെ ചാലഞ്ച് നിങ്ങൾക്ക് ആണ് 10 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ അഡ്വൈസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ആണ് ചാരിയറ്റ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ എംപ്രർ. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം, നിങ്ങൾക്ക് ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ ടോറസ്, ഇവിടെ ഞാൻ കാണുന്നത് 6 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഓവറോൾ എനർജി. ഇത് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. ഇതൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജി അല്ല. അപ്പോൾ നിങ്ങളുടെ ഡിസംബർ മാസത്തിൽ ചില ഇംബാലൻസസ് ഉണ്ട്. ഇത് കരിയർ റിലേറ്റഡ് ഇംബാലൻസ് ആയിരിക്കാം. നിങ്ങൾ കുറേ എഫേർട്ട് ഇടുന്നുണ്ട് നിങ്ങളുടെ കരിയറിൽ, പക്ഷെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു റിട്ടേൺ കിട്ടുന്നില്ല. സാലറിയിൽ ഇംപ്രൂവ്മെൻ്റ് ഇല്ല, പ്രൊമോഷൻ ഇല്ല, ഇൻക്രിമെൻ്റ് ഇല്ല. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ മാതിരി നിങ്ങൾക്ക് റിട്ടേൺസ് ഇല്ല നിങ്ങളുടെ കരിയറിൽ. അതല്ല ഇതൊരു റിലേഷൻഷിപ്പ് ആവാം. ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ അങ്ങനെ ഒരു ഈക്വൽ എഫേർട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്നില്ല. അപ്പോൾ എന്താണ് ഈ 6 ഓഫ് പെൻറ്റിക്കിൾസ്? ടോറസിന് വേണ്ടിയിട്ട് ഈ 6 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? 10 ഓഫ് വാൻസ് ഉണ്ട് ഇവിടെ, ആൻഡ് 8 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ എസ്പെഷ്യലി കരിയർ റിലേറ്റഡ് കാര്യം, ഈ ഇംബാലൻസ് കരിയർ റിലേറ്റഡ് ആണ് വെച്ചാൽ നിങ്ങൾ ആക്ച്വലി കുറേ ടയേർഡ് ആയിരിക്കണോ, നിങ്ങൾ ഒരു ജോബ് ചേഞ്ചിന് റെഡി ആയിരിക്കും, ഓരൽസ് അത് നിങ്ങളുടെ മനസ്സിലായിരിക്കാം. ഇത് ഇപ്പോൾ കൂടുതൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ ഇങ്ങനെ തന്നെ പോയോണ്ടിരുന്നാൽ എനിക്ക് ഒരു ഗ്രോത്തും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്തോ ഒരു വലിയ ഡിസിഷനാണ് എടുക്കാൻ പോണത് ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ കരിയറിൽ. ഓക്കെ, നിങ്ങൾ ഇതർ ജോലി വിടാനുള്ള ഡിസിഷൻ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക, ഓരൽസ് ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവും. അതല്ല വെച്ചാൽ റിലേഷൻഷിപ്പ് ആണെച്ചാലും ഇവിടെ ഒരു എൻഡിങ് ഞാൻ കാണുന്നുണ്ട്, ഒരു ഡിസിഷൻ ഞാൻ കാണുന്നുണ്ട്, ഒരു ഫൈനൽ. നിങ്ങൾ ഇപ്പോൾ ഇതിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് എഫേർട്ട് ഇടാൻ പറ്റില്ല എന്ന ഒരു ഡിസിഷൻ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പാസ്റ്റിൽ ഏസ് ഓഫ് വാൻസ് ആണ്. ഇതൊരു പാഷനറ്റ് ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു വെച്ചാൽ, ഇതൊരു റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ ഇതൊരു കാഷ്വൽ റിലേഷൻഷിപ്പ് ആയിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് കുറേ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഒരു ലവ് റിലേഷൻഷിപ്പ് തന്നെ ഞാൻ കാണുന്നത്. പക്ഷെ ഇവിടെ മേ ബി ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിട്ടില്ല, ഓറെൽസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ മാതിരി ഇത് മുമ്പോട്ട് പോകുന്നില്ല. ഇവിടെ
കോമ്പറ്റേറ്റീവ് എനർജി, അൺഹെൽതി ടോക്സിക് എനർജി, നിങ്ങൾ രണ്ടാളുടെയും ഇടയിൽ മേ ബി വേറെ ആൾക്കാർ ഇൻവോൾവ് ആവുന്നുണ്ട്, വേറെ ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ കുറെ ഒരു നെഗറ്റീവ് വൈബാണ് ഞാൻ ഇവിടെ കാണുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഈ റിലേഷൻഷിപ്പിന് കുറച്ചൊരു സ്റ്റെപ്പ് ബാക്ക് എടുത്തു. എന്നുവെച്ചാൽ ഇത്രയും നെഗറ്റിവിറ്റി ഉണ്ടാവുമ്പോൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ കുറച്ചൊരു ഡിഫിക്കൾട്ടാണ്. അപ്പൊ നിങ്ങളുടെ കറണ്ട് എനർജിയിൽ 7 ഓഫ് പെന്റിക്കിൾസ് ആണ് ഞാൻ കാണുന്നത്. നിങ്ങൾ വെയിറ്റ് ആണ് ചെയ്യണത്. ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുണ്ടോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ വെയിറ്റ് ആണ് ചെയ്യണത്. നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ മേ ബി നിങ്ങൾ ഈ പേഴ്സൺ എപ്പോഴെങ്കിലും ഒരു മെസ്സേജ് ചെയ്യും, ഇല്ലാച്ചാൽ കോൾ ചെയ്യും, അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ആയിരിക്കാം. അപ്പൊ ഈ വെയിറ്റിംഗ് എനർജി എന്താണ് ഇവിടെ? 7 ഓഫ് പെന്റിക്കിൾസ്, നൈറ്റ് ഓഫ് സോർഡ്സ് ആൻഡ് 4 ഓഫ് സോർഡ്സ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു സെപ്പറേഷൻ ആണ് ഞാൻ കാണുന്നത്. അപ്പൊ നിങ്ങൾ ആക്ച്വലി പേഴ്സണിന്റെ എന്തെങ്കിലും ഒരു മെസ്സേജ്, കോൾ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. ആൻഡ് ആ മെസ്സേജ് വരുന്നുണ്ട്. പക്ഷെ ഈ പേഴ്സൺ കുറെ ഒരു ഇമ്പൾസീവ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. അവര് മെസ്സേജ് ചെയ്യണതും കുറെ ഒരു അൺഎക്സ്പെക്റ്റഡ് മാതിരി പറഞ്ഞാൽ നിങ്ങള് അവർ പറയണ രീതിയും കുറച്ചൊരു റൂഡ് ഓർ എന്തോ ഒരു ലവിങ് എനർജി അല്ല. ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും വന്ന് പറയും ആൻഡ് ദെൻ ആദ്യം അവർ ഡിസപ്പിയർ ആവും, അങ്ങനത്തെ ഒരു എനർജിയാണ്. ആലോചിച്ചിട്ടല്ല അവർ കാര്യങ്ങൾ സംസാരിക്കണത്. ഇങ്ങനെ ഒരു ഇമ്പൾസീവ് ആയിട്ട് എന്തെങ്കിലും ഒരു സഡൻ മെസ്സേജ് ഉണ്ടാവും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് ഞാൻ കാണുന്നത് ഇവിടെ. നിങ്ങളുടെ ഫ്യൂച്ചറിൽ കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പൊ ഫ്യൂച്ചറിൽ നിങ്ങൾ കുറച്ചുകൂടിയും ഒരു കൺട്രോളിലാണ് വരണത്. നിങ്ങളുടെ ലൈഫിൽ ഒരു കൺട്രോൾ വരുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളിപ്പോ എന്തോ റിയലൈസ് ചെയ്യണു, അത് ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയല്ല എന്നൊരു റിയലൈസേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ കുറച്ചുകൂടി നിങ്ങൾ കൺട്രോളിലാണ്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിലും കുറച്ചുകൂടി ഒരു കൺട്രോൾ ഉണ്ട്. നിങ്ങളുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതൊരു ലവിലും ബിഗിനിങ് ആയിരിക്കാം. ഒരു പുതിയ പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്. ആൻഡ് അത് കുറെ കൂടിയും ഒരു സ്റ്റേബിൾ എനർജിയാണ്. ഇതൊരു ലവ് റിലേഷൻഷിപ്പ് അല്ലാച്ച ഒരു ന്യൂ ജോബ് ആയിരിക്കാം, ഒരു പുതിയ ജോലി ആയിരിക്കാം. ആൻഡ് ഈ ഓഫർ നിങ്ങൾ എടുക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ നിങ്ങൾ ആക്ച്വലി ഹാർട്ട് ബ്രോക്കൺ ആണ്. ഇവിടെ ഒരു എൻഡിങ് ആണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ. അപ്പോൾ ഈ പേഴ്സന്റെ കൂടെ നിങ്ങൾ എന്തോ എൻഡ് ചെയ്യണു. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത് ഒരു പുതിയ ബിഗിനിങ് ആണ്, ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ്. അത് റൊമാൻറ്റിക് ആയിരിക്കാം, ഇല്ലച്ചാ കരിയറിലായിരിക്കാം. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 10 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ 10 ഓഫ് പെന്റിക്കിൾസ് ഒരു സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്, ഫാമിലിയുടെ എനർജിയാണ്. നിങ്ങളും ഈ പേഴ്സൺ ഓൾറെഡി മാരിഡ് ആണ് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് ഏറ്റവും വലിയ ചാലഞ്ചാണ്. അതല്ല വെച്ചാൽ മേ ബി നിങ്ങൾക്ക് ഈ പേഴ്സന്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണ്ടിണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു എനർജിയിലായിരുന്നു വെച്ചാൽ അതും ആ റിലേഷൻഷിപ്പ് തന്നെ ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് അല്ല. അതല്ലാണ്ട് ആ പേഴ്സന്റെ ഫാമിലി ഇന്റർഫിയർ ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ ഫാമിലി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ക്വീൻ ഓഫ് പെന്റിക്കിൾസിന്റെ ഇവിടെ നിങ്ങൾ ഒരു ഓൾറെഡി മാരിഡ് ആണ് വെച്ചാൽ മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ കാര്യം നോക്കണം, ഫിനാൻഷ്യൽ ആസ്പെക്ട് നോക്കണം. അതൊക്കെ ഒരു ചാലഞ്ചിങ് ആസ്പെക്ട് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസംബറിൽ. അപ്പോൾ അത് കുറച്ചൊരു സ്ലോ മൂവിങ് എനർജിയിലാണ് ഞാൻ കാണുന്നത്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് കുറെ നിങ്ങളുടെ എഫേർട്ട് എനർജിയൊക്കെ അതിലാണ് പോണത്. ഓക്കെ, ഈ ഫാമിലീനെ ഹാപ്പി ആക്കാൻ എങ്ങനെയാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ ഫാമിലിയുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ ഫാമിലിയുടെ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണത്. ഓക്കെ, ഡിസംബർ മാസത്തിൽ. എന്നുവെച്ചാൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ചിങ് ആസ്പെക്ട്. ആൻഡ് കുറെ കാര്യങ്ങൾ നിങ്ങൾക്കൊരു സ്റ്റാഗ്നന്റ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഇവിടെ അഡ്വൈസ് യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ ഒന്നും സ്റ്റാഗ്നന്റ് അല്ല. നിങ്ങൾ ചോയ്സ് ഉണ്ടാക്കിയ അങ്ങനെ നിങ്ങൾക്ക് മുമ്പോട്ട് പോവാം. നിങ്ങൾ ചോയ്സ് ഉണ്ടാക്കാണ്ട് ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റാഗ്നൻസി ഫീൽ ചെയ്യണത്. ആൻഡ് നിങ്ങൾക്ക് അറിയാം എന്താ ചോയ്സ് ഉണ്ടാക്കേണ്ടതെന്ന്, എന്താ ചോയ്സ് ഉണ്ടാവേണ്ടതെന്നും നിങ്ങൾക്കറിയാം.
പക്ഷെ ആ ചോയ്സ് എടുത്ത് മുമ്പോട്ട് പോവുക എന്ന് വെച്ചാൽ അതാണ് ഏറ്റവും വലിയ ചാലഞ്ച് ഇവിടെ. മുമ്പോട്ട് പോവുക, ഫോർവേഡ് മൂവ്മെന്റ്, അതാണ് നിങ്ങളുടെ ചാലഞ്ച്. 6 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഈ പേഴ്സൺ, ഈ പാസ്റ്റ് പേഴ്സൺ, അവരുടെ കൂടെ ഒരു റീകൺസിലിയേഷൻ വേണം എന്നുണ്ടാവും. പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ട് ആൻഡ് ഒരു പാസ്റ്റ് പേഴ്സണും തിരിച്ചു വരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചോയ്സ് വരും, പാസ്റ്റ് ഓർ പ്രസന്റ്, പാസ്റ്റ് ഓർ ന്യൂ. ആ ചോയ്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത്. ആൻഡ് അവിടെയാണ് യൂണിവേഴ്സ് പറയണത് ആ ചോയ്സ് നിങ്ങൾ സൂക്ഷിച്ചുണ്ടാക്കുക. എന്ന് വെച്ചാൽ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ആണ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ വരാൻ പോണ ഒരു പേഴ്സൺ പൈസീസ്, ക്യാൻസർ, സ്കോർപിയോ എനർജിയാണ്. ആൻഡ് നിങ്ങളുടെ പാസ്റ്റിൽ ഇല്ല പേഴ്സൺ അവരും തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ആ ചോയ്സ് കുറെ സൂക്ഷിച്ച് ചോയ്സ് ഉണ്ടാക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് അഡ്വൈസ് തരണത്. എംപറർ ഇവിടെ ആണ് ഹിഡൻ ഫാക്ടറിൽ, ഏരീസ് എനർജി. നിങ്ങളൊരു ഫയർ സൈനിന്റെ കൂടെ ആയിരുന്നു മുമ്പേ ഡീൽ ചെയ്യുന്നുണ്ടായെന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ അഗൈൻ ഈ പേഴ്സന്റെ കൂടെ ആയിരുന്നു മേ ബി നിങ്ങളൊരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്ത്, ഓരൽസ് അവരുടെ കൂടെ ആണ് നിങ്ങളുടെ, പിന്നെ നിങ്ങൾ മാരീഡ് ഇവരുടെ കൂടെ ആയിരിക്കും, ഈ ഏരീസിന്റെ കൂടെ ആയിരിക്കും നിങ്ങൾ, അവർ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കും. ആൻഡ് അവർ തിരിച്ചു വരുന്നുണ്ട്, അത് ഹിഡൻ ഫാക്ടറിലും കാണാണ്ട്. അവരുടെ കൂടെയാണ് നിങ്ങൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്തത്. പക്ഷെ ഈ സെപ്പറേഷന്റെ കാരണം ഇപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ട്. ആൻഡ് ആ ചോയ്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഔട്ട്കമ്മിൽ നിങ്ങൾക്ക് 8 ഓഫ് വാൻഡ്സ്. അപ്പോൾ 8 ഓഫ് വാൻഡ്സ് ഫോർവേഡ് മൂവ്മെന്റിന്റെ എനർജിയാണ്, ട്രാവൽഡ് എനർജിയാണ്, കമ്മ്യൂണിക്കേഷന്റെ എനർജിയാണ്. ഡെഫിനറ്റ്ലി ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള മാസമാണ്. കുറെ അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ സക്സസ്സും ഉണ്ട്, കുറെ ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട്. നിങ്ങൾ ഇപ്പൊ തിരിച്ച് പിമ്പാത്തേക്കല്ല പോണേ, നിങ്ങളെ ലൈഫിൽ മുമ്പോട്ടേക്കാണ് പോണേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്, നിങ്ങൾക്ക് ഏത് പേഴ്സന്റെ കൂടെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന്. ആ ഡിസിഷൻ നിങ്ങളുടെയാണ്. ആൻഡ് അത് സൂക്ഷിച്ച് ആ ഡിസിഷൻ എടുക്കുക. നിങ്ങൾ എന്താ ഡിസൈഡ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സക്സസ്സേ ഇല്ലൂ. ഓക്കെ, ഹീലിംഗ് ഉണ്ട്, സക്സസ് ഉണ്ട്, ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് സാജിറ്റേറിയസ്, ഏരീസ്, പൈസീസ്, ക്യാൻസർ, സ്കോർപിയോ, ടോറസ് ഉണ്ട്, ആൻഡ് അക്വേറിയസ്, ലീബ്ര, ജെമിനയും ഉണ്ട്. ഓക്കെ, അപ്പോൾ കുറേ സൈൻസ് ഉണ്ട് ഇവിടെ. എന്താണ് മോസ്റ്റ്ലി എല്ലാം സയൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ സയൻസ് അത്ര അതിൽ ഫോക്കസ് ചെയ്യരുത്. മെസ്സേജ് നിങ്ങൾക്ക് റെസൊനേറ്റ് അയച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ആണ്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിന്റെ മെസ്സേജ്? സ്പിരിറ്റ് ഗൈഡ്സ് പറയണത് സോൾ ഗ്രൂപ്പ്സ്, മെസ്സേജസ്, റീയൂണിയൻ, കണക്ഷൻ, വാലിഡേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ റീയൂണിയൻ ഡെഫിനറ്റ്ലി കാണാണ്ട് ആരോ നിങ്ങൾക്ക് മെസ്സേജും അയക്കാൻ പോകുന്നുണ്ട്. അതും ഞാൻ ഇവിടെ പറഞ്ഞു, ഫോർവേഡ് മൂവ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്ന. കണക്ഷൻ ആൻഡ് വാലിഡേഷൻ, പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് ഇവിടെ, ഗ്രാറ്റിറ്റ്യൂഡ്, അസിസ്റ്റൻസ്, ഗൈഡൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ കുറച്ച് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. എന്താ നിങ്ങൾക്ക് ഈ ഡിസിഷൻ കുറെ ഒരു ഡിഫിക്കൽട്ട് ഡിസിഷൻ ആണ്. പക്ഷേ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഫീലിംഗ് ഉണ്ടായ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ എപ്പോഴും സ്പിരിറ്റ് ഗൈഡ്സ് റൈറ്റ് ഡിറക്ഷനിലേക്കാണ് ഗൈഡ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ടോറസ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.